ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആശാസ് ടേസ്റ്റ് കോർണർ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൂന്തൽ റോസ്റ്റ്. കൂന്തൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇതിനെ കണവ എന്നൊക്കെ പറയും. ഇനി കണവ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻസും അറിയിക്കുക. ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കൂന്തൽ തന്നെയാണ്. ഇത് ഒരു 500 ഗ്രാംസ് കൂന്തളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 3 വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 3 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി എന്തൊക്കെ മസാലപ്പൊടികൾ വേണമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ. ഇനി വേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒപ്പം കുറച്ച് വേപ്പിൻ്റെ ഇല. ഇനി കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് പാൻ ചൂടായാൽ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് എടുത്ത് വെച്ചിട്ടുള്ള പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം നന്നായി ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി മതി. ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് നന്നായി വഴണം. അതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള വേപ്പിൻ്റെ ഇല ചേർത്ത് ഇളക്കി കൊടുക്കാം. സവാള നല്ല ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം സവാള മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞ് നന്നായി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഇതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ മസാലകളും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നന്നായി ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കുക. കൂന്തലിൽ തന്നെ ധാരാളം വെള്ളമുള്ളതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൂന്തളും ഈ മസാലയുമായിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തണം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കൂന്തലിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 10 മിനിറ്റും കൂടി വേവിക്കാം. കൂന്തൽ 15 മിനിറ്റിലും കൂടുതൽ ഒരിക്കലും വേവിക്കരുത്. കാരണം അത് നല്ല ഹാർഡായിട്ട് പോകും. കഴിക്കുന്ന സമയത്ത് റബ്ബർ പോലെ ഇരിക്കും, ഒരു സോഫ്റ്റും ഉണ്ടാവില്ല. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ കൂന്തലിലെ എല്ലാ വെള്ളവും ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വറ്റിച്ചെടുക്കണം, ഡ്രൈ ആക്കി എടുക്കണം. ഇനി സ്റ്റൗവിൽ തീ കുറച്ച് കൂട്ടിയിട്ടതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഡ്രൈ ആയിക്കോളും. കണ്ടില്ലേ, ഇതേപ്പോൾ ഇതേപോലെയായി. അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഈ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കുക. ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
ഞാൻ ഈ ഡിഷ് ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.